പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോൾ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോൾ, നീ എഴുതുമ്പോൾ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി, ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ ആശീർവദിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കാണുന്നത് ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്ന വചനങ്ങളെയാണ്. ആ ചേർത്ത് പിടിക്കാൻ ദൈവത്തിന് നമ്മുടെ കൂടെ നിൽക്കണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് ഒരു ആശംസ കിട്ടിയാൽ മതി. ആശംസ കൊണ്ട് അതിജീവിക്കുന്ന ഒരു വലിയ ഒരു ദൈവാനുഭവം എസെക്കിയേലിന്റെ പുസ്തകത്തിലുണ്ട്. എസെക്കിയേൽ 16-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു ജീവിക്കുക.
വയലിലെ ചെടി പോലെ വളരുക. വയലിലെ ചെടി പോലെ വളരുക. അപ്പൊ ഒരു ആശംസ മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ഒരു കുറെ കാലം കഴിയുമ്പോൾ ദൈവം ഈ വ്യക്തിയുടെ മുമ്പിലൂടെ കടന്നു പോകും. അത് ഇസ്രായേലാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ വ്യക്തികളുടെ ആത്മീയ ജീവിതത്തിൽ സത്യമാണ്. നമ്മുടെ അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്കൊരു ആശംസ തരും. ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. അപ്പോഴെന്താ പറയണത്? എസെക്കിയേൽ 16:8. ഞാൻ വീണ്ടും നിന്റെ അടുക്കിലൂടെ കടന്നു ഞാൻ വീണ്ടും നിന്റെ അടുക്കിലൂടെ കടന്നുപോയി, നിന്നെ നോക്കി. നിനക്ക് വിവാഹപ്രായമായെന്ന് ഗ്രോണപ്പായി, നീ വിവാഹപ്രായമാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എന്റേതായി തീർന്നു. എന്ത് വിഷയം എന്ന് പറയുന്നത്? ഉടമ്പടി എന്ന് പറയുന്നത് നിസ്സാര വിഷയമല്ല. നമ്മൾ അനാഥമായി ഓർഫണായി അഡ്രസ് ഇല്ലാതെ കിടക്കുമ്പോൾ നമ്മളൊരു ഉടമ്പടി ദൈവമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും, വാഗ്ദാനത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എന്റേതായി തീർന്നു. അപ്പൊ നമ്മള് ഈ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾ ദൈവത്തിൻ്റെതായി തീരുകയാണ്. അതോടുകൂടി നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളും ദൈവത്തിൻ്റെതാകും. ദൈവത്തിന് അറിയാം അതെങ്ങനെ പരിഹരിക്കണമെന്ന്. ഇതിന്റെ ഉടമ്പടി നീ വിശ്വസ്ത പാലിച്ച് മുന്നോട്ട് പോകുക. എന്ന് കർത്താവ് ചോദിച്ചത് എന്തുകൊണ്ടാണ്? എന്ത് അരൂപിയാണ് നിങ്ങൾ നയിക്കണതെന്ന് കർത്താവ് എപ്പോഴും ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണത്. നിങ്ങൾ നയിക്കണ അരൂപി എന്താണെന്ന്. കളിയാക്കുന്നവർ നയിക്കണ അരൂപി എന്താണ്? കളിയാക്കി കേട്ടപ്പോൾ കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ പോകുന്ന ഇവിടെ നയിക്കണ അരൂപി എന്താണ്? ദുഷ്ടാരൂപിയാണ് അല്ലെങ്കിൽ ലോകാരൂപിയാണ്. ലോകാരൂപിയിലെ ദുഷ്ടാരൂപിയിലെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. എന്താ കാര്യം? ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 14:17 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 14:17 ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. കേട്ടില്ല സംഭവം? എന്താ സംഭവിക്കണം ഒന്ന് പറഞ്ഞേ. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. ലോകത്തിന് പറ്റത്തില്ല എന്താണ്? അമേരിക്കയ്ക്കും ആഫ്രിക്കയ്ക്കും പറ്റത്തില്ല. ലോകാരൂപിയാൽ നയിക്കപ്പെടുന്നവർക്ക് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് സാക്ഷ്യത്തിന്റെ ആത്മാവാണ്. കർത്താവിന്റെ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ 10:32 എടുത്ത് 10:32 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പൊ ഏറ്റുപറയുന്ന ആത്മാവ് എന്താണ്? പരിശുദ്ധാത്മാവാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ ഏറ്റുപറയാത്തൊരു ആത്മാവാണ് നിനക്കുള്ളതെങ്കിൽ അത് ലോകത്തിന്റെ ആത്മാവാണ്. ലോകത്തിന്റെ ആത്മാവിന്റെ ആരാധ്യ പുരുഷൻ ആരാണ്? നീയോ അല്ലെങ്കിൽ നീ ആരാധിക്കുന്ന വ്യക്തികളോ സമൂഹമോ ആയിരിക്കാം. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുമെന്ന് പറയുമ്പോൾ ഈ മറ്റൊരു ദൈവത്തിൻ്റെ ഉള്ളിൽ ഈ മറ്റു മനുഷ്യരും സമൂഹം ഉണ്ടാകുന്നുണ്ട്, അതിൽ പാർട്ടി ഉണ്ടാകുന്നുണ്ട്, അതിൽ നിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അവരെന്ത് വിചാരിക്കുന്ന നാട്ടുകാരെന്ത് പറയുമെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവ പൈതലെ നീ ജീവിക്കുന്നത് ലോകാരൂപിയാലാണ്. ലോകാരൂപിയെ നയിക്കപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ലെന്നാണ് 14:17 പറയുന്നുണ്ടെങ്കിൽ ആരാണ് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെടുന്നത്? അത് റോമ 8:14 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഒന്നിനെ പറയുക, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. എന്റെ ദൈവ പൈതലിനുള്ളത് അധികാരമാണ്, ദൈവ പൈതലിനുള്ളത് ശക്തിയാണ്. ശക്തിയും അധികാരം ലഭിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള തിന്മകളുടെ മേൽ നമുക്ക് ആധിപത്യം ഉണ്ടാകാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ദൈവാത്മാവ് നയിക്കപ്പെടുക, ദൈവത്തിൻ്റെ മക്കളാകുക, ദൈവത്തിൻ്റെ മക്കളായിക്കൊണ്ട് ദൈവമക്കളുടെ അധികാരം നേടുക, കഴിവ് നേടുക. അതല്ലേ യോഹന്നാൻ 1:12 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. യോഹന്നാൻ 1:12 എന്താ പറയണത്? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം പറഞ്ഞേ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിലെ വിശ്വസിക്കുന്നവർക്കെല്ലാം തന്റെ നാമത്തിലെ വിശ്വസിക്കുന്നവർക്കെല്ലാം തന്റെ നാമത്തിലെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവത്തിലെ ഇതുപോലെ ഓരോ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്താണ് നമ്മൾ ദൈവമക്കളുടെ കഴിവ് നേടുന്നത്. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞിരിക്കണത്? യോഹന്നാൻ 2:12 എന്താ 1:12 എന്താ പറയണത്? തന്റെ നാമത്തിൽ തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. തന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ വിശ്വാസം എന്ന് പറയും. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിശ്വാസം അല്ലല്ലോ. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാലും ക്രിസ്ത്യ വിശ്വാസത്തിൽ വരുമ്പോൾ ഒറ്റ വിശ്വാസമേ ഉള്ളൂ. ക്രിസ്ത്യ വിശ്വാസം എന്ന് പറയുമ്പോൾ റാൻഡമായിട്ട് ഇങ്ങനെ ജനറലായിട്ട് ദൈവത്തിൽ വിശ്വസിക്കണമല്ല, വെരി പെർട്ടിക്കുലർ ആൻഡ് പേഴ്സണൽ. Our faith is very particular and personal. എന്താണ്? Our faith is in the name of Jesus Christ. അവൻ്റെ നാമത്തിലാണ് വിശ്വസിക്കുന്നത്. പറഞ്ഞ എൻ്റെ വിശ്വാസം അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് ദൈവമക്കളാകാനുള്ള കഴിവ് നൽകുന്ന നല്ല പിതാവേ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. ദൈവം ഈ വിഷയത്തിലെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുന്ന നല്ലതാണ്. കൃപാസനം ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാം. അത് ലളിതമായിരിക്കും, വ്യക്തമായിരിക്കും വിഷയം. നിങ്ങളോട് എന്താ പറഞ്ഞത്? വിശ്വാസം നിങ്ങൾ ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ ദ ഫെയ്ത്ത്. എന്താ സംഭവം? നമ്മുടെ വിശ്വാസം എവിടെയാണ്? അവൻ്റെ നാമത്തിലാണ്. ആരുടെ നാമത്തിലാണ്? യേശുവിൻ്റെ നാമത്തിലാണ് വിശ്വസിക്കണം. ഈ യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം എന്തുകൊണ്ടാണ് നമ്മൾ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം? എന്താ കാര്യം? അവൻ്റെ നാമത്തിന് വേറെ എന്തെങ്കിലും നാമത്തിൽ വിശ്വസിക്കാൻ പാടില്ലേ? എല്ലാ മതങ്ങളും ഓരോ വഴികളാണെന്നല്ലേ പറയണത്. വേറെ ഏതെങ്കിലും നാമത്തിൽ വിശ്വസിക്കാൻ പാടില്ലേ? പറ്റത്തില്ല. എന്താ കാര്യം? അവൻ മാത്രമാണ് നിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തത്. അതാ വിഷയം. അവൻ്റെ നാമത്തിൽ അവൻ പകർത്തിയ ദൈവമായിരിക്കവേ പറഞ്ഞേ, അവൻ പ്രകൃത്യ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം കുരിശു മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം ശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതാണ് പൗലോസ് പറയണത്. ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാം. എന്താണ്? എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമത്തിലാണ്. അതാണ് ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അതിനാൽ അവന്റെ നാമം കേൾക്കുന്ന മാത്രയില് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. 2:9-10 ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. പറഞ്ഞേ, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അപ്പൊ യേശു ക്രിസ്തു ആരാണെന്ന് പറഞ്ഞത്? കർത്താവ്. എങ്ങനെ കർത്താവ് ആകണത്? യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അതായത് എല്ലാ നാവുകളും ഏറ്റുപറയണം. എന്താ പറയണം? യേശുക്രിസ്തു കർത്താവാണെന്ന്. എന്തുകൊണ്ടാണ് അവൻ കർത്താവായത്? എല്ലാ നാമങ്ങളുടെയും ഉന്നതമായ നാമം. എല്ലാ നാമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ജപ്തി എന്ന് പറയുന്ന ഒരു നാമമല്ലേ? ബാങ്ക് മാനേജർ നമ്മൾ പറയുന്ന ഒരു നാമമാണ് ജപ്തി. ക്യാൻസർ ഡോക്ടർ പറയുന്ന ഒരു നാമമാണ്. അങ്ങനെ ലോകത്ത് ജപ്തികളുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള നാമങ്ങളുണ്ട്. സംശയം ഒരു നാമമാണ്, മദ്യപാനം ഒരു നാമമാണ്. ഇങ്ങനെ എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം. ഈ ഉന്നതമായ നാമം കൊണ്ട് മനുഷ്യന് സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന, രോഗങ്ങൾ ഉണ്ടാക്കുന്ന, തകർച്ച ഉണ്ടാക്കുന്ന, അപമാനം ഉണ്ടാക്കുന്ന എല്ലാ നാമങ്ങളെയും അവൻ കുരിശിൽ ബന്ധിച്ചിരിക്കുന്നു. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. അപ്പൊ നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് രോഗം ഉണ്ടാകുമ്പോഴേ നിങ്ങൾ എന്താ പറയണത്? യേശുവേ, യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഏറ്റവും ശക്തമായ ഒരു സുഹൃദൈവമാണ്. എന്താണ്? എൻ്റെ കർത്താവേ,
യേശുവേ എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ യേശുവേ എൻ്റെ ദൈവമേ എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഈ നാമത്തിൻ്റെ അപ്പുറത്ത് വേറെ ഒരു നാമമില്ലെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അനുഭവത്തിൽ ഈ അനുഭവങ്ങൾ തരണം എന്തിനാ? നിങ്ങളെ ഉയർത്താൻ വേണ്ടിയാണ്, അല്ല താഴ്ത്താൻ വേണ്ടിയല്ല. ഈ അനുഭവങ്ങളുടെ മെക്കാനിസം പഠിക്കണം. ഓരോ അനുഭവങ്ങളും തരണം എന്തിനാണ്? നിങ്ങളെ ഉയർത്താൻ വേണ്ടിയാണ്. പല ആൾക്കാരും അനുഭവം കൊണ്ട് താഴ്ന്നു പോവുകയാണ്. അതെന്താ കാര്യം? യേശുക്രിസ്തുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ അനുഭവങ്ങൾ കൊണ്ട് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അനുഭവങ്ങൾ എന്താണ്? അനുഭവങ്ങളിലൂടെയാണ് അവൻ ഓരോരുത്തർക്കും ഓരോ കാലം നൽകുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ഓരോ പ്രശ്നം ഉണ്ടാകണേ എന്തിനാണ്? ദൈവത്തെ അന്വേഷിക്കാനാണ്, അല്ല പിശാചിനെ അന്വേഷിക്കാനല്ല. ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർ ആഭിചാക്കാരെയും കുട്ടിച്ചാത്തിനൊക്കെ അന്വേഷിക്കും. എന്താ കാരണം? ദൈവത്തെ അറിയത്തില്ല. ഓരോ അനുഭവങ്ങൾ ഉണ്ടാകണേ എന്തിനാണ്? ഓരോ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകണേ എന്തിനാണ്? നിങ്ങൾ അത് ദൈവത്തെ അന്വേഷിക്കാനും അന്വേഷിച്ച് അവിടുത്തെ കണ്ടെത്താനും വേണ്ടിയാണ്. പക്ഷേ ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർ പല പല ക്രിയകൾ ചെയ്തുകൊണ്ട് നടക്കും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണത് എന്താണ്? അന്വേഷിച്ചെത്തുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാകണത്? യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കും. നിങ്ങൾ എന്താ കാര്യം? എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമമുള്ളവനാണ് കർത്താവ്. അങ്ങനെ യേശു കർത്താവാണെന്ന് എന്ത് ചെയ്യണം? അധരം കൊണ്ട് ഏറ്റുപറയണം. മനസ്സിലായില്ലേ? ദൈവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലെ വിശ്വസിക്കണം. അപ്പോഴാണ് രക്ഷ ക്രിസ്തുവിനെ പ്രാപിക്കുന്നത്. മനസ്സിലായില്ലേ? ക്രിസ്തുവിനെ ഓരോ വിഷയത്തെ പ്രാപിക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിത മണ്ഡലങ്ങളെ പ്രാപിച്ചാൽ അതിനെ ബ്ലെസ്സിങ് എന്ന് പറയും. ക്രിസ്തുവിനെ നിങ്ങളുടെ ശരീരത്തിൽ പ്രാപിച്ചാൽ അതിനെ ഹീലിംഗ് എന്ന് പറയും. ക്രിസ്തുവിനെ നിങ്ങൾ ആത്മാവ് പ്രാപിച്ചാൽ അതിനെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള കൃപയെന്ന് പറയും. കാര്യം എന്താണ്? ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. കൊളോസ്യസ് 3:11 കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊളോസ്യസ് 3:11 ക്രിസ്തു എല്ലാമാണ്, ക്രിസ്തു എല്ലാമാണ്, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്, എല്ലാവരിലുമാണ്. അപ്പോൾ ഇവിടെ ഇവിടുത്തെ കാത്തലിക്സ് അല്ലാത്തവരും ക്രിസ്ത്യൻസ് അല്ലാത്തവരും ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് നിങ്ങൾ കർത്താവിനെയാണ് വിളിക്കണത്. എല്ലാ വിഷയത്തിൻ്റെയും നാമത്തിൻ്റെയും അതിനാഥനായ കർത്താവിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിനേക്കാൾ ഉപരി, എന്നെക്കാൾ ഉപരി സ്വന്തം വീട്ടുകാരെയോ നാട്ടുകാരെയോ ബന്ധുക്കളെയോ സ്വന്തപ്പെട്ടവരെയോ സ്നേഹിക്കുന്നവർ ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് ആവശ്യമില്ലെന്ന് ഈശോ പറഞ്ഞത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 10:37 എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ഒരു വിഷയം അതിൽ തന്നെ കുരിശല്ല. ക്രിസ്തുവിനെ മാറ്റിക്കൊണ്ടാക്കുന്ന വിഷയത്തെ സമീപിക്കുമ്പോഴാണ് അത് കുരിശാകണത്. അതൊരു ബ്ലെസ്സിങ് ആണ്. മൂന്നാമത്തെ ഭർത്താവ്, വിശ്വാസമില്ലാത്ത ഭർത്താവിന് വിശ്വാസം കിട്ടിയപ്പോഴേ അയാൾ അത് ബ്ലെസ്സിങ് ആയിട്ടാണ് കണ്ടത്. യേശുവിനെ കർത്താവിൻ്റെ സ്ഥാനത്ത് തള്ളിക്കളയുകയും ഇവരുടെ സൗകര്യത്തിന് വേണ്ടി നാട്ടുകാരെ കർത്താവിൻ്റെ സ്ഥാനത്ത് കാണുകയും ചെയ്യുമ്പോഴാണ് യേശുവിൻ്റെ വചനത്തെക്കാൾ നാട്ടുകാരുടെ വചനത്തിന് പ്രാധാന്യം കൊടുക്കും. നാട്ടുകാരുടെ വചനത്തിന് മാത്രമല്ല, പലരും പെട്ടിരിക്കണ കൂട്ടുകാരുടെ വചനത്തെ വചനം കൊടുത്തിരാം. പലരും പെട്ടിരിക്കണത് കർത്താവിൻ്റെ വചനം നേരെ ചൊവ്വയുള്ള സംഭവമാണ്. നിങ്ങളുടെ കയ്യിൽ ഉടായ്പുണ്ടെങ്കിൽ മാത്രമേ കൂട്ടുകാരുടെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുള്ളൂ. എനിക്ക് ഏറ്റവും പേടി ആൻറ്റിമാരെയാണെന്ന് ഞാൻ എപ്പോഴും പറയും. എല്ലാ പ്രസംഗത്തിലും പറയും ആൻറ്റിമാർ. കാര്യം ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു ജന്മമാണത്. നിങ്ങളുടെ പല മക്കളും വഴിതെറ്റിപ്പോയതിൻ്റെ പിന്നിൽ ഈ ആൻറ്റിമാരുടെ കൈയുണ്ട്. അവർ വഴിപിഴപ്പിച്ചിട്ടാണ്. അവർ നല്ല വാക്കൊരു ശാസനം കൊടുക്കുന്ന ആൻറ്റിമാരില്ലെന്നല്ല പറയണത്. പലപ്പോഴും നിങ്ങളുടെ ശമ്പളമോ നിങ്ങളുടെ ഈ അവിടെ നിന്ന് യൂറോപ്പിൽ അവിടെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ശമ്പളത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കിട്ടി വളരണ ആൻറ്റിമാരും കൂട്ടുകാരും ഒക്കെ ആയിരിക്കും നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റണത്. ഒരുവൻ്റെ ശത്രു അവൻ്റെ കുടുംബത്തിൽ തന്നെയെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. മത്തായി 10:36 സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. ക്രിസ്തുവിനെ നമ്മൾ നകറ്റിക്കളയുന്ന ആൾക്കാരുടെ പേരാണ് എന്താണ്? ശത്രു. അവൻ ആരായിരിക്കും? മിക്കവാറും നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യണം? എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വചനങ്ങളുണ്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ആ ഒരു സാഹചര്യത്തിൽ
നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ളവരെ അഭിഷേകം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ഉടമ്പടിയൊക്കെ കഴിഞ്ഞിട്ട് 1 ഉടമ്പടി കഴിഞ്ഞിട്ടുമ്പോൾ ചില ആൾക്കാർ പോകത്തില്ല, പ്രാർത്ഥിച്ച് വിട്ടാലും പോകത്തില്ല. നിലക്കിടിയാണ്. ഞാൻ പറഞ്ഞു എന്തടി അച്ഛാ, അതെ ഇത് അവസാനത്തെ പരീക്ഷ, ഞാൻ എഴുതണ വേണ്ടതെന്ന് പറയണം. ഞാൻ 5 എണ്ണം എഴുതി, കാശ് ഇത്രയും പോയി, 47,000 രൂപ അല്ല 4 ലക്ഷം രൂപ പോയി. ഇനി ഒരു പരീക്ഷ കൂടിയാണ്, കാശും വിട്ട് തരത്തില്ല, ഞാൻ എഴുതണ വേണ്ടെന്ന് പറയണം. അപ്പോൾ ഞാൻ അവർക്ക് തട്ട് തെളിച്ച് പറഞ്ഞ് നീ എഴുതടിയെന്ന് പറയും. എന്താ കാര്യം? അത് അധികാരമാണ്. ഞാനത് പറയുന്നത് എന്താണ്? കർത്താവിലാണ് പറയണത്. പിന്നെ എൻ്റെ റിസ്ക് ആർക്കാണ്? കർത്താവിലാണ്. ഞാനും അവളും കർത്താവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ കർത്താവ് തീർച്ചയായിട്ടും അധികാരം എന്ന് പറയും. അപ്പോൾ ദൈവമക്കൾക്കുള്ള അധികാരം എന്ന് പറയുന്നത് മക്കളെ ഇനിയുള്ള കാര്യങ്ങളുടെയും കരിസ്മാറ്റിക് കാലങ്ങളിൽ നമുക്കുണ്ടായിരുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളാണ്. ശക്തിയുടെ പ്രകടരൂപങ്ങളാണ് അത്ഭുതങ്ങളും അടയാളങ്ങൾ. പക്ഷേ ഇവാഞ്ചലൈസേഷൻ നമുക്ക് വേണ്ടത് അധികാരമാണ് വേണ്ടത്. കർത്താവിനെ അറിയാത്തവർ അറിയിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് അധികാരമാണ് വേണ്ടത്. എപ്പോഴും നമ്മൾ ഈ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും പത്രത്തിലൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ അധികാരപൂർണമായിട്ടുള്ള വർത്തമാനമായിരിക്കും അവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. എന്താ പറയണത്? ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രു 10:19 ലൂക്ക 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഒരു മനുഷ്യന് എത്രത്തോളം ആക്കത്തോടെയും തൂക്കത്തോടെയും അതിനെ പ്രയോഗിക്കാൻ കഴിയും, അതാണ് അവൻ്റെ അഭിഷേക ശക്തി എന്ന് പറയുന്നത്. എല്ലാവർക്കും അഭിഷേകം ഉണ്ടാവും, ചിലർക്ക് കൂടിയ നിലവാരമുള്ള അഭിഷേകം ഉണ്ടാകും. ആരാധന കൂടുമ്പോൾ ആരാധന സംഭവിക്കേണ്ടതും സംഭവിക്കുന്നതുമൊക്കെ ഈ അഭിഷേകമാണ്. ചിലപ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ല, ജീവിക്കാൻ വകവില്ലാത്തൊരു കാലമാണ്. അപ്പം അങ്ങനെ വന്നാൽ പോലും അഭിഷേകം, അവൻ്റെ നാമത്തിനെക്കുറിച്ചുള്ള അഭിഷേകം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാമെന്നുള്ള വലിയൊരു സുവിശേഷം നമുക്ക് നൽകണത് പത്രോസിൻ്റെ ഏറ്റവും വലിയ ഒരു സുവിശേഷ കണ്ടുപിടുത്തമാണ്. കാര്യം പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, അത് വലിയൊരു വിഷമമാണ്. കാര്യം പൊന്നും വെള്ളിയും ഇല്ലാത്തത് തന്നെയല്ല, ജീവിതം ആ മനുഷ്യനെ എപ്പോഴും കണ്ടാലും പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾക്ക് ചിലർക്ക് മാത്രമല്ല ആ അവസ്ഥ ഉള്ളത്. ചിലർക്ക് അവർക്ക് പലതരത്തിൽ ജപ്തി നടപടികൾ വന്നിരിക്കുന്നു, ചിലപ്പോൾ കോടതിയിൽ നിന്ന് കേസ് വന്നിരിക്കുന്നു, ചിലപ്പോൾ ജാമ്യം കിട്ടിയിട്ടില്ല, ചിലപ്പോൾ കള്ളക്കേസായിരിക്കും അത്. ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമുക്ക് പണവുമില്ല. അതുപോലെ തന്നെ പലരും ഇന്ന് തന്നെ കൗൺസിലിങ്ങിന് വന്നപ്പോൾ പലരും പറഞ്ഞത്, അച്ഛാ ഞങ്ങൾക്ക് എൻ്റെ ഓപ്പറേഷന് പോലും എനിക്ക് പണമില്ല, എൻ്റെ ഭർത്താവിന് ജോലിയില്ല, അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഓപ്പറേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന്. ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പന്നതയുടെ സമയമാണ് ദൈവം മാത്രമുള്ള സമയം. ദൈവം മാത്രമുള്ള സമയം സമ്പന്നത മാത്രമല്ല, അതാണ് സമ്പന്നതയെന്ന് അനുഭവത്തിലൂടെ പഠിച്ച ആളാണ് പത്രോസ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോലും കൈനീട്ടുന്ന അവസ്ഥകളിലെ ആ കൈനീട്ടുന്ന മുടന്തനേക്കാളും ധർമ്മക്കാരനേക്കാളും ഗതികെട്ടവനായിട്ട് നിൽക്കുമ്പോഴും പത്രോസ് ആ ഗതികേട് ഒരിക്കലും പറയത്തില്ല, ഞാൻ ഗതികെട്ടവനാണെന്ന് പറയത്തില്ല. അതാണ് എൻ്റെ വിശ്വാസിയുടെ ഒരു നിലപാടാണത്. അതായത് ഞാൻ ഗതികെട്ടവനാണ്, എനിക്ക് പണമില്ലാത്തവനാണ്, എനിക്ക് ജോലിയില്ല, എനിക്ക് വീടില്ല, വീട് വെക്കാൻ സ്ഥലമില്ല, അതുപോലെ എന്നെ ആർക്കും വേണ്ട എന്നൊന്നും പത്രോസ് പറയത്തില്ല. കാര്യം എന്താണ്? എല്ലാം ഇല്ലാത്തപ്പോൾ ലോകം അങ്ങനെ കാണുമ്പോൾ തന്നെ പത്രോസ് പറയും, ഇതിനെല്ലാത്തിനെയും ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഒരു ആളെനിക്കുണ്ട്. പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, പക്ഷേ എനിക്ക് ഒരാളുണ്ട്, അത് നസ്രായൻ യേശുവാണ്. അവൻ്റെ മഹത്വം എന്ന് പറയുന്നത് അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. ആ ഉയർത്തെഴുന്നേറ്റവൻ്റെ ഉന്നതമായ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ ഞാൻ കൽപ്പിക്കുന്നു പറയുമ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കും. എല്ലാ രണ്ടുപേരും ഒന്നും തുടങ്ങുകയാണ്, സഭ ഒന്നേം തുടങ്ങുകയാണ്, ആ മുടന്തൻ ഒന്നേം തുടങ്ങുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം ഒന്നേം തുടങ്ങാൻ ഒരു നാമം മാത്രമേ, യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമേ ലോകത്തിൽ നൽകപ്പെട്ടിട്ടുള്ളൂ. ആ ഉന്നതമായ നാമത്തെ ഓർത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ഒരു സാക്ഷ്യം ഇവിടെ പറഞ്ഞു, ആ സാക്ഷ്യം കേൾക്കുകയും ആൾക്കാർ ഇങ്ങനെ കൈയടിച്ചു, ഓട്ടോമാറ്റിക്കലി കൈയടിച്ചു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. നിങ്ങൾ ലത എന്ന് പറഞ്ഞ ഒരു ഹൈന്ദവ സഹോദരിയാണ്, അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. നമുക്കത് പെട്ടെന്ന് ആ സാക്ഷ്യം മനസ്സിലാവത്തില്ല. കുടിക്കാൻ വെള്ളമില്ലാത്ത ഒരവസ്ഥ നമുക്ക് വന്നാൽ, കാര്യം അവർ കുറച്ച് എനിക്കുണ്ട് കോട്ടയം ഏതോ ഡിസ്ട്രിക്റ്റിൽ താമസിക്കും. അവിടെ ഒത്തിരി ആഴത്തിൽ കിണർ കുഴിച്ചാൽ മാത്രമേ വെള്ളം കിട്ടത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ മാർച്ച് മാസമായപ്പോൾ ഇത്രയും വലിയ വരൾച്ചയിൽ അവിടെ കിണർ വറ്റിപ്പോയി. കിണർ എല്ലാ മാർച്ചിലും വറ്റും. ആയിരക്കണക്കിന് കിണറാണ് കേരളത്തിൽ വറ്റണത്, നമുക്കറിയാം അല്ലേ. പലക്കും ജപ്പാൻ കുടിവെള്ളവും മറ്റു വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കട്ടിച്ച് വെള്ളം വിലക്ക് വാങ്ങി ജീവിക്കുക. ഈ പാവപ്പെട്ടല്ലേ, പക്ഷേ അങ്ങനെ വിലക്ക് വാങ്ങാനുള്ള മാർഗ്ഗമൊന്നുമില്ല. അതിന് ചില കഞ്ഞി വെക്കാനും അതുപോലെ ഉടുപ്പ് കഴുകാനും ഒക്കെ വെള്ളം വിലക്ക് മേടിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ലല്ലേ അതാ.
ലത ഈ കിണർ പറ്റിപ്പോടുകൂടി ആ പ്രദേശം പിന്നെ അടുത്ത് വെള്ളമുള്ളത് അടുത്ത വീട്ടിലാണ്. കുറച്ച് നടക്കുമ്പോൾ ഒരു വീട്ടിൽ കിണറുണ്ട്, അവർക്ക് വെള്ളമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചെന്ന് കോരിക്കൊണ്ട് വരണം. പക്ഷേ ലതയുടെ ഇരിപ്പ് കണ്ടിട്ട് വെള്ളം കോരാൻ പറ്റിയ ഒരു ഇരിപ്പല്ല, കിതച്ച് പോകാൻ പറ്റുന്നത്. വണ്ണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തൊക്കെ രോഗമുണ്ടെന്ന് തോന്നണം. പക്ഷേ ലതയുടെ അപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഇത്തിരി വെള്ളം തരുമെന്ന് ചോദിച്ചപ്പോൾ അവരെന്നാ പറഞ്ഞെന്നറിയാവോ? അവർ പറഞ്ഞത് കറണ്ട് വെള്ളം അടിച്ച് കിണറ്റിൽ നിന്ന് എടുക്കണമെങ്കിൽ, മുകളിലോട്ട് എടുക്കണമെങ്കിൽ കറണ്ടിൽ വേണം. അപ്പം കറണ്ട് അങ്ങനെ ചിലവാക്കാനില്ല, അതുകൊണ്ട് വെള്ളം തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അത് കേരളത്തിലാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നത് കൊണ്ടാണല്ലോ പ്രളയം മാറാതെ ഇരിക്കുന്നത്. 2 പ്രളയം വന്നില്ലേ? ഇപ്പോൾ ഈ മാർച്ച് മാസം സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ചങ്കലച്ചത് ഇതാണ്. വെള്ളം 3-ാം നില വരെ കയറിയ ഒരു കേരളമാണിത്, എന്നിട്ടും മനുഷ്യൻ നന്നായിട്ടില്ല. പാവപ്പെട്ടവന് അരി വെക്കാൻ വേണ്ടി ഇത്തിരി വെള്ളം ചോദിച്ചപ്പോൾ പറയണേ കറണ്ട് അടിക്കണം. അതിന് കറണ്ട് അടിക്കാൻ പിന്നെ എങ്ങനെ വെള്ളം കിട്ടണത്? അവിടെ വെള്ളത്തിന് ഇത്തിരി വെള്ളം കൊടുക്കണം, പക്ഷേ വെള്ളം കൊടുക്കാൻ തയ്യാറല്ല. അതായത് അതോടുകൂടി ഇവർക്ക് ചങ്ക് അലച്ച് ഇവർ തിരിച്ചു പോരും, വെള്ളമില്ലാതെ പോകും. പിന്നെ എന്താ ഒരു മാർഗ്ഗമില്ല. അവർ കിണറ്റിലൂടെ നോക്കി ഇങ്ങനെ വെറുതെ നിൽക്കും. അപ്പോഴവിടെ മനസ്സിലൊരു സംഭവം ഉണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ വിഷയം. അവിടെ മനസ്സിൽ വിചാരിച്ചേ അവർ ഉടമ്പടി എടുത്ത അപ്പോഴേ ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ എല്ലാം തീർന്നു. അവരുടെ കയ്യിൽ ഒരാപത്ത് വന്നപ്പോൾ എല്ലാം തീർന്ന്, പക്ഷേ വെഞ്ചരിച്ച തേനിരിപ്പുണ്ട്. ഞങ്ങളെപ്പോഴും നിങ്ങളോട് പറയണതാണ്, ഞങ്ങളെന്തെങ്കിലും വെഞ്ചരിച്ച് തന്നാൽ അത് ഇങ്ങനെ ഒരു സാധാരണ ഒരു ജനറൽ വെഞ്ചരിപ്പല്ലത്. അത് കർത്താവിൻ്റെ കുർബാന അർപ്പിച്ചു, അതിനുശേഷം 12 തരം പ്രാർത്ഥന ചൊല്ലിയാണ് നിറച്ച വസ്തുക്കൾ തരുന്നത്. പക്ഷെ അത് ചിലർക്ക് അതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് അവർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ചെയ്യണം. അപ്പോൾ ലതയെ നോക്കിയപ്പോൾ ഒന്നുമില്ല, തേൻ ഇത്തിരി വെഞ്ചരിച്ച് ഇരിപ്പുണ്ട്. ഇവരെന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തേൻ എടുത്തിട്ട് മാതാവേ ഒരു മാർഗ്ഗവുമില്ല, അമ്മ ഇല്ലാതെ വേറൊരു മാർഗ്ഗമില്ലേ, ഇത്തിരി കുടിവെള്ളത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യണതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരണ്ട് ഉണങ്ങിപ്പോയ കിണറ്റിലോട്ട് താഴേക്ക് ഈ തേനിങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി തേനിങ്ങനെ ഒഴിച്ചിട്ട് അവർ തിരിച്ചു പോരും. തിരിച്ചു പോന്ന് ഒരു 5 ചെവിടി വരെ വെച്ച് കാണും. അപ്പോൾ കുളുകുളാന്ന് പറഞ്ഞ് സ്വരം കേൾക്കും ഇവർ. അപ്പോൾ ആരാണ്ട് കിണറ്റിലെ വീണെന്നും പറഞ്ഞിട്ട് ഇവർ തിരിച്ചു വരുമ്പോൾ അവർ പറയുന്നത് കഞ്ഞ് തിളക്കണ പോലെ താഴേന്ന് വെള്ളം മേലോട്ട് കുതിച്ച് വന്നുകൊണ്ടിരിക്കണമെന്ന്. അതായത് അത് കേട്ടോടുകൂടി ഇവിടെ ഇരുന്ന ജനം മുഴുവൻ അറിയാതെ പേടിച്ചു പോയി. കാര്യം ദൈവം എപ്പോഴാണ് നമുക്ക് അനുഭവേദ്യമാകണമെന്ന് പറഞ്ഞത് പലപ്പോഴും 0 പോയിൻ്റ് ആകുമ്പോഴാണ്. നമ്മൾ 0 ആയിപ്പോയി. ആരിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലെ ഒരു അയൽവാസിനെ കൊണ്ട് പ്രയോജനമില്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ ആയിത്തീരുമ്പോൾ നമുക്ക് ആരുമില്ലല്ലോ. പിന്നെ എന്താണ്? നമുക്ക് ആരുമില്ലെങ്കിലും നമുക്ക് ദൈവം ഉള്ളത് ഈ ലതയുള്ള ആൾക്കാരുടെ വിശ്വാസം ആണ് ഈ ദൈവത്തെ നമുക്ക് സമലഭ്യമാക്കുന്നത്. വരണ്ട കിണർ. ഇപ്പം ഞാനിത് കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നൊരു വിഷയമേ, അതായത് ഈ വചനം സാക്ഷ്യം കേട്ട് ജനങ്ങളിങ്ങനെ ഇന്ന് കൈയടിച്ച് അഭിഷേകം കൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു വിഷയമേ, ഇത് പണ്ട് വരെ ദൈവം ചെയ്യണ ഒരു കാര്യമാണ്. കാറ്റില്ല, ബൈബിളുണ്ടത്. എന്താണ്? കാറ്റില്ല, മഴയില്ല, അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറയുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ, കാറ്റില്ല, മഴയില്ല, അരുവിത്തടങ്ങള് വെള്ളം കൊണ്ട് നിറയും. അപ്പോഴേ എന്നാ പറ്റി? നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു റീസണിങ് ഉണ്ട്. റീസണല്ല, ബുദ്ധിയില്ലേ? എന്താ പറയണത്? നമ്മൾക്ക് വെള്ളം വേണമെങ്കിൽ എന്ത് വേണം? മഴ വേണം, അല്ലേ? മഴ വേണമെങ്കിൽ എന്ത് വേണം? കാറ്റ് വേണം. അപ്പോൾ ഇന്നത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇന്ന കാര്യങ്ങൾ നടക്കുമെന്നും പറഞ്ഞുള്ളൊരു യുക്തിയുണ്ട്. ഈ വിശ്വാസത്തിൽ യുക്തിക്ക് ഒരു സ്ഥാനമില്ല. എന്നും ഞാൻ പറയേണ്ട ഒരു കാര്യമാണ്, വിശ്വാസത്തിൽ യുക്തിക്ക് ഒരു സ്ഥാനമില്ല. എന്താ കാര്യം വെച്ചാൽ യുക്തിയല്ല വേണ്ടത്, ഉടമ്പടിയാണ് വേണ്ടത്. യുക്തിയല്ല നമുക്ക് വേണ്ടത്, ഉടമ്പടിയാണ് വേണ്ടത്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുക്തി ഇല്ലാത്തൊരു കാര്യമാണ് ദൈവം മറിയത്തോട് പറയണത്. വ്യക്തമല്ലേ? ഒരു യുക്തിയുമില്ല. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അപ്പോഴേ ഒരു യുക്തിയുമില്ലാത്തൊരു കാര്യമാണ്. എന്താണ് പറയണത്? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അപ്പോഴമ്മ ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കും? കാര്യം എന്താണ്? ഞാൻ യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ദൈവം പറഞ്ഞു, അങ്ങനെ ഒരു മാർഗമേ ഉള്ളൂ, അത് നിൻ്റെ യുക്തിയുടെ മാർഗമാണ്, നിൻ്റെ വിശ്വാസത്തിൻ്റെ മാർഗമല്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ യുക്തിപരമായിട്ടൊരു മാർഗമേ ഉള്ളൂ. അപ്പം നമ്മൾ ആ യുക്തിപരമായ മാർഗത്തിൽ
ആ വഴിക്ക് തന്നെ നമ്മളെ ദൈവം സഹായിക്കണം. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന് ഡാമേജ് ആകണത്. ദൈവത്തിന് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ പറ്റും? എങ്ങനെ സഹായിക്കാൻ പറ്റും? ഉടമ്പടിയിലൂടെ സഹായിക്കാൻ പറ്റും. അങ്ങനെയാണ് ഉടമ്പടി രൂപപ്പെട്ട് വരണത്. എന്താ പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ മാലാഖ എന്ത് പറയും? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എന്നിട്ട് പറയും എങ്ങനെയുള്ള പരിശുദ്ധാത്മാവ്? അത്യുന്നതൻ്റെ ശക്തി. അപ്പോൾ എന്നിട്ട് പറയും ഇനി നിനക്ക് ഇനിയും സംശയമാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നിൻ്റെ ചാർച്ചക്കാർ എലിസബത്ത് ഇപ്പോഴും പ്രഗ്നൻ്റാണ്, അവർ 6ാം മാസമാണ്, പണ്ട് അവർ വന്ധ്യയായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് പറയും? ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പറയണത് എന്താണ്? യുക്തിപരമായിട്ടല്ലാത്തയും കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുമെന്നാണ്. ക്ലിയർ അല്ലേ? നീ IELTS പാസ്സാക്കിയത് നിന്നെ വേണേൽ പാസ്സാക്കാതെ നിന്നെ വേണേൽ കർത്താവിന് കാനഡയിൽ കൊണ്ടുപോകാം. ഇറ്റ്സ് വെരി സിമ്പിൾ, വെരി സിമ്പിളാണ്. ഇപ്പം നിങ്ങൾ പറയാം നിങ്ങളെ വസ്തു വിറ്റിട്ട് വസ്തു വിൽക്കണ വെച്ചാൽ ഞങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, മളെ കെട്ടിക്കാൻ വേണ്ടിയാണ് വസ്തു വിൽക്കണത്, അല്ലെങ്കിൽ വീട് വെക്കുക, ആ വസ്തു വിറ്റാൽ മാത്രമേ ഈ വീട് വെക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ നിൻ്റെ വസ്തു വിൽക്കാതെയും കർത്താവിന് നിനക്ക് വീട് വെച്ച് തരാൻ പറ്റും. എൻ്റെ മക്കളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണതേ ഈ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:37 ശേഷം അപ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് പറയുമ്പോഴാണ് അമ്മ ഉടമ്പടി ചെയ്യണത്. അമ്മ എന്താ പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെന്താ പറയണത്? അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ഒന്ന് പറഞ്ഞേ, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ഇതാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ ഉടമ്പടി വചനം. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് മറുപടി എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ, ദൈവം പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. അപ്പം അതിന് മഴ വേണമെന്ന്, കാറ്റ് വേണമെന്നില്ല, മഴ വേണമെന്നില്ല, കാറ്റില്ല എന്ന് പറഞ്ഞേ, കാറ്റില്ല, മഴയില്ല, അരുവിത്തടങ്ങളിൽ വെള്ളം കൊണ്ട് നിറഞ്ഞു. അപ്പോഴേ ഇതുപോലെയുള്ള കാര്യകാരണ ബന്ധങ്ങളില്ലെങ്കിലും നമ്മളുടെ ഒരു വിശ്വാസിയുടെ കാര്യകാരണം എന്നൊക്കെ പറയുന്നത് വിശ്വാസം മാത്രമാണ്. അത് വിശ്വാസം മാത്രമാണ്.